ഒരു ജയിലിനും എന്നെ അകത്ത് തന്നെയാക്കാൻ കഴിയില്ല, പുറത്തു വന്ന് ഉറപ്പുകൾ പാലിക്കുമെന്നാണ് ഇ ഡി കസ്റ്റഡിയിൽ നിന്നുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ സന്ദേശം. അറസ്റ്റ് അത്ഭുതപ്പെടുത്തില്ല എന്നാണ് ഭാര്യ സുനിത വഴി പുറത്തുവിട്ട സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ചലനമുണ്ടാക്കുമോ ഡൽഹി മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് എന്നതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ വലിയ രാഷ്ട്രീയ ചോദ്യവും കൗതുകവും. ഇ ഡി കസ്റ്റഡിയിൽ ഇരുന്ന് കെജ്രിവാൾ ഒരു സന്ദേശം തയ്യാറാക്കി. അത് ഭാര്യയ്ക്ക് കൈമാറി. ഭാര്യ അത് ജനങ്ങളോട് പറഞ്ഞു. അറസ്റ്റിൽ ഞാൻ അത്ഭുതപ്പെടുന്നില്ല എന്ന് അരവിന്ദ് കെജ്രിവാൾ. അകത്തായാലും പുറത്തായാലും ജനങ്ങളെ സേവിക്കും. തൻ്റെ ജീവിതം ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചതാണ്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവിടെ വരെ എത്തിയത്. ഇനിയും കഷ്ടപ്പാട് സഹിക്കേണ്ടി വരും. പക്ഷെ അപ്പോഴും ജനങ്ങളെ സേവിക്കും എന്ന് കെജ്രിവാൾ. आगे भी मेरी जिंदगी में बड़े बड़े संघर्ष लिखे हैं, इसीलिए ये गिरफ्तारी मुझे अचंभित नहीं करती. आपसे मुझे बहुत प्यार मिला है. ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ച് ഭഗത് സിംഗും രാജ്ഗുരുവും സുഖ്ദേവും തൂക്കുമരത്തിലേക്ക് കയറിപ്പോയ ദിവസത്തിന്റെ ഓർമ്മ ദിനമാണിന്ന്. ഇതേ ദിവസം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം നടന്നത് ഷഹീദി പാർക്കിൽ. പ്രതിഷേധത്തിന് നേതൃത്വമായി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ. ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിമാരും MLA-മാരും എല്ലാം സമരത്തിലുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിജ്ഞയെടുത്താണ് അവർ ആ സമരം ആരംഭിച്ചത്. ഏകാധിപത്യത്തെ തൂത്തെറിയും എന്ന പ്രതിജ്ഞ. അതിനുശേഷം മാർച്ചുമായി തെരുവിലേക്ക് ഇറങ്ങിയ പ്രവർത്തകരെ, നേതാക്കളെ പോലീസ് ബലപ്രയോഗത്തിലൂടെ നേരിട്ടു. ഇന്നും ഇലക്ട്രൽ ബോണ്ട് വഴി കോടികൾ BJP സമ്പാദിച്ചു എന്ന് ആരോപിക്കുന്നുണ്ട് ആം ആദ്മി പാർട്ടി. ശരത് ചന്ദ്ര റെഡ്ഡി എന്ന വ്യവസായി മധുനയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2022 നവംബർ മാസം 10-ാം തീയതി അറസ്റ്റിലാവുന്നു. 15-ാം തീയതി 5 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടായി BJPക്ക് നൽകുന്നുണ്ട് ശരത് ചന്ദ്ര റെഡ്ഡിയുമായി ബന്ധപ്പെട്ട കമ്പനികൾ. അതിനുശേഷം അയാൾ മാപ്പുസാക്ഷിയായി മാറുന്നു. അതിനുശേഷവുമായി പല ഘട്ടങ്ങളിലായി 59 കോടി 50 ലക്ഷം രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി ഈ വിവാദ വ്യവസായി നൽകുന്നു. ഇതാണ് മധുനയ കേസിലുണ്ടായ യഥാർത്ഥത്തിലുള്ള പണ കൈമാറ്റം എന്നാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത്. ये है मनी ट्रेल. शरत चंद्र रेड्डी की कंपनियों द्वारा दिया गया इलेक्टोरल बॉन्ड्स में भारतीय जनता पार्टी के बैंक अकाउंट में पैसा. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ പ്രവർത്തിക്കാൻ കേന്ദ്ര ഏജൻസികളും ഡൽഹി പോലീസും അനുവദിക്കുന്നില്ല എന്ന് കാട്ടി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കെജ്രിവാളിന് നീതിയുക്തമായ വിചാരണ വേണമെന്ന് ആവശ്യപ്പെട്ട് ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ജർമ്മനിയെ അതിശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇ ഡി കസ്റ്റഡിയിലുള്ള കെജ്രിവാളിന്റെ ചോദ്യം ചെയ്യൽ വിശദമായി നടക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.